ജനങ്ങൾ ഈ അടിച്ചു വെള്ളത്തിൽ ചാടിക്കണുണ്ടോ? ഇത് ആരാണെന്നറിയോ? ഇത് നേപ്പാളിന്റെ ഉപപ്രധാനമന്ത്രിയാണ് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാം നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു 1.5 മിനിറ്റ് വീഡിയോയിലൂടെ. ഇന്ത്യയോട് ഒരുപാട് സാദൃശ്യമുള്ള രാജ്യമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത് കേട്ടോ. 2006 വരെ അവിടെ രാജഭരണമാണ് നിലനിന്നിരുന്നത്. 2008 ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടായി വരുന്നത്. ഇന്ത്യയിലെ പോലെ തന്നെ ഏകദേശം 3ഓളം പാർട്ടികളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഈ 3ഓളം പാർട്ടികളും എപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ആർക്കും കൃത്യമായ ഭൂരിപക്ഷം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സഖ്യകക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് താനും. അപ്പോൾ ഏകദേശം 2006 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ ഈ സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് സർക്കാരുകൾ നമ്മളോടൊക്കെ MLA പർച്ചേസ് ചെയ്യൂലേ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം 14ഓളം തവണയാണ് ഭരണം അങ്ങോട്ടും മാറിയത്. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ വളരെ ബുദ്ധിമുട്ട് എല്ലാ കാലത്തും സൃഷ്ടിച്ചിരുന്നു. ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം നോക്കാൻ ഈ സർക്കാരുകൾക്ക് സമയമില്ല. അവരെപ്പോഴും അധികാരത്തിന് വേണ്ടിയുള്ള പോരടിയിലായിരിക്കും. അപ്പോൾ ജനങ്ങൾ ഇതിനിടയിൽ കണ്ടെത്തി അധികാര കേന്ദ്രങ്ങളിലുള്ള ആളുകളുടെ മക്കളൊക്കെ വളരെ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. നെപ്പോ കിഡുകൾ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന രാജ്യം കൂടിയാണ് നേപ്പാൾ. അപ്പോൾ അവർ ഇതൊക്കെ തിരിച്ചറിയണം. അവിടുത്തെ ജനങ്ങൾ അവിടെ അധികാരത്തിലുള്ള എല്ലാ മക്കളും നന്നായി ജീവിക്കണം, പൊതുജനങ്ങൾക്ക് നല്ല സൗകര്യം ഇല്ലാന്ന് മനസ്സിലാക്കുകയും ഈ നെപ്പോ കിഡുകൾക്കെതിരെ ഒരു ക്യാമ്പയിനിങ് സോഷ്യൽ മീഡിയയിൽ ശക്തമാക്കുകയും ചെയ്തു. ഈ ക്യാമ്പയിന് നന്നായിട്ട് വിജയിച്ചു. ജനങ്ങളൊക്കെ ഇതിൽ ബോധവാന്മാരായി മനസ്സിലാക്കിയപ്പോൾ സർക്കാർ ഈ ക്യാമ്പയിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏകദേശം 24ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളും, ഏകദേശം ടിക്ടോക്കിന് മാത്രമായിട്ട് ബാൻ ചെയ്യാതിരുന്നു, ബാക്കി എല്ലാതും ബാൻ ചെയ്തു. അപ്പോൾ ഈ പ്രതിഷേധം നേരെ പൊതുനിരത്തിലേക്ക് വരികയാണ്. പിന്നെയാണ് പ്രശ്നം നടക്കുന്നത്. അപ്പോൾ പൊതുനിരത്തിൽ വന്നപ്പോൾ പ്രക്ഷോഭം ആളിക്കത്തുന്ന സമയത്ത് ജെൻസി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ നിരത്തിലേക്ക് വരികയും വലിയ പ്രക്ഷോഭമായി മാറുകയും ഒരുപാട് യുവാക്കളും വിദ്യാർത്ഥികളും കാര്യമായിട്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഈ സർക്കാർ ഈ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു വെടിവെപ്പ് നടത്തുകയാണ്. ഈ വെടിവെപ്പിൽ 20ഓളം പേര് മരണപ്പെടുകയാണ്. ഇത് ഭയങ്കരമായ പ്രക്ഷോഭത്തിലേക്ക് വീണ്ടും കടക്കുകയും ജനങ്ങൾ അവിടുത്തെ അധികാര കേന്ദ്രങ്ങളും ഏത് പ്രധാനമന്ത്രിയുടെ വസതി വരെ അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ആ സർക്കാരിന് രാജിവെക്കേണ്ട ഒരു മന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ നാട് വിട്ടുവിടേണ്ടി ഒരു അവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ നേപ്പാളിൽ. ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരുപാട് പ്രധാനമന്ത്രിമാർക്കും മക്കളെയൊക്കെ നന്നായി സൂചിപ്പിച്ച ആൾക്കാർക്കൊക്കെ ഒരു പാടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ അമേരിക്കൻ ശക്തി ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയും വരാം. കാരണം ചൈന ഒരു പക്ഷത്ത് നന്നായി വളർന്നു വരുന്ന രാജ്യമാണ്. ചൈനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രാജ്യമാണ് നേപ്പാൾ, അതുപോലെ ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഇവിടെയൊക്കെ സർക്കാരുകൾ അട്ടിമറിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ്റെ പുറകിലുണ്ടോ എന്നൊന്നും അറിയില്ല, വ്യക്തമായിട്ട് ക്ലിയർ അല്ല. എങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അടുത്ത അവസ്ഥ. ഇതുപോലത്തെ കറണ്ട് ഇഷ്യൂ സ്പോട്ടിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോഴത്തെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.